ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും വെൽഫെയർ ഓഫീസറിൻ്റെ അതായത് വെൽഫെയർ ഓഫീസർ ഗ്രേഡ് 2 അപ്ലൈ ചെയ്തിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലേ. സോ അപ്പോൾ എൻട്രിയിലൂടെ മാത്രമാണ് വെൽഫെയർ ഓഫീസറിൻ്റെ ക്ലാസ്സുകൾ പലപ്പോഴും നമുക്ക് കിട്ടി വരുന്നത്. സോ അപ്പോൾ അങ്ങനെ കടന്നു പോകുന്ന ഈ സമയത്ത് നിങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ ഏത് എക്സാം എഴുതിയാലും സോഷ്യൽ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് എക്സാം എഴുതിയാലും നിങ്ങൾ മറക്കാതെ പഠിക്കുന്ന ഒന്നാണ് ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് UK, USA ആൻഡ് ഇന്ത്യ. അപ്പോൾ ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വളരെ ഷോർട്ടായിട്ട് എന്നാൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ വർക്കിൻ്റെ UK-യിലെ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. സോ നിങ്ങൾ ICDS എഴുതിയവരോ പ്രൊബേഷൻ എഴുതിയവരോ ആണെങ്കിൽ നിങ്ങൾ അവിടെയും പഠിച്ചിട്ടുണ്ട് UK-യിലെയും US-ലെയും സോഷ്യൽ വർക്കിൻ്റെ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണ് വന്നതെന്ന് അല്ലേ. സോ അങ്ങനെ നോക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സാമിനും മാറി മാറി ചോദിക്കുന്ന ഒരു ഏരിയ ആണ് UK, യുണൈറ്റഡ് കിങ്ഡം അല്ലെങ്കിൽ നമ്മൾ ലണ്ടൻ എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്ന ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അല്ലേ. സോ നമുക്കറിയാം സോഷ്യൽ വർക്ക് എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ തുടങ്ങുന്നത് എങ്ങനെയായിരുന്നു? ചാരിറ്റിയിൽ നിന്നായിരുന്നു അല്ലേ. അതായത് ഒരാൾക്ക് സഹായം കൊടുക്കുക, ദെൻ ചാരിറ്റിയിൽ നിന്ന് പിന്നെ അതൊരു ഓർഗനൈസ്ഡ് ചാരിറ്റി ആവുകയും അതിനുശേഷമൊക്കെയാണ് അതൊരു പ്രൊഫഷണൽ പ്രാക്ടീസായിട്ട് മാറുകയും ചെയ്തു എന്ന് പഠിച്ചു അല്ലേ. സോ അപ്പോൾ UK-യിൽ നോക്കപ്പോഴും സോഷ്യൽ വർക്കിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ചാരിറ്റി മോഡലായിരുന്നു അല്ലേ. നമ്മൾ ഈ പറയുന്ന ക്രിസ്ത്യൻ മിഷണറീസ് പാവപ്പെട്ടവരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുക, അതിലൂടെ അവർക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ നീഡ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. സോ അപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ചാരിറ്റിയിൽ നിന്ന് സോഷ്യൽ സർവീസായി, സോഷ്യൽ സർവീസിൽ നിന്ന് പല പല സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ് വന്നു, അങ്ങനെ പിന്നീട് പ്രൊഫഷണലി അത് ഡെവലപ്പ് ചെയ്ത് വന്നു അല്ലേ. നമുക്കറിയാം നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം ഒരാൾ മേടിച്ചു തന്നു, അല്ലെങ്കിൽ 2 ദിവസം മേടിച്ചു തന്നു, 3 ദിവസം മേടിച്ചു തന്നു, ഈ പറയുന്ന ഒരു 10 വർഷം അയാൾക്ക് ചിലപ്പോൾ മേടിച്ചു തരാൻ പറ്റില്ലല്ലോ ഇല്ലേ. സോ അപ്പോൾ അങ്ങനെ ഈ പറയുന്ന ചാരിറ്റിയിൽ നിന്നൊക്കെയാണ് സോഷ്യൽ വർക്കിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നത്. സോ നമ്മൾ തുടക്കത്തിൽ പറയുമ്പോൾ 1200 മുതൽ 1500 AD വരെയുള്ള ഒരു കാലഘട്ടം പറയുമ്പോൾ അവിടെ നിന്നാണ് ഈ പറയുന്ന ഒരു റിലീജിയൻ അല്ലെങ്കിൽ റിലീജിയസ് പ്രീസ്റ്റുമാർ അല്ലെങ്കിൽ അതുപോലെ ഈ പറയുന്ന പല പല വ്യക്തികൾ ഈ പറഞ്ഞ ചാരിറ്റി തുടക്കമിട്ട് അല്ലേ. അതായത് ഈ പറഞ്ഞ വിമൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വിഡോസ് ആയിക്കോട്ടെ, ഓർഫൻസ് ആയിക്കോട്ടെ, സിക്ക് ആയിക്കോട്ടെ, അങ്ങനെ നമ്മൾ ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ കൊടുത്തു വന്നത് ഈ പറയുന്ന സമയങ്ങളിലാണ് അല്ലേ. അതായത് നമ്മൾ ഈ പറയുന്ന ചാരിറ്റി നമുക്കിപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, നിങ്ങൾ ഒരാളെ സഹായിച്ചാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്നൊക്കെ അല്ലേ. സോ അപ്പോൾ ഈ പറയുന്ന ചാരിറ്റിയുടെ തുടക്കവും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരാൾക്കൊരു സഹായം ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദൈവം നമ്മളെ അനുഗ്രഹിക്കും, അല്ലെങ്കിൽ നമുക്ക് സമ്പത്ത് കൂടും, അല്ലെങ്കിൽ നമുക്ക് ഐശ്വര്യം കൂടും എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് കൂടെ തന്നെയാണ്, അല്ലെങ്കിൽ നമ്മളിപ്പോഴും നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ പല കൺസെപ്റ്റിൽ കൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് UK-യിലും സോഷ്യൽ വർക്കിൻ്റെ ഹിസ്റ്ററിയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ചാരിറ്റിയിലേക്ക് പോകുന്നത് അല്ലേ. സോ നമുക്കറിയാം ഈ പറഞ്ഞ സഹായങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ, അല്ലെങ്കിൽ ചാരിറ്റി ചെയ്യുക എന്നുള്ളതിൽ തുടങ്ങി. പിന്നെ എങ്ങനെ പോകുന്നു? അപ്പോഴാണ് 14ാമത്തെ സെഞ്ച്വറിയിൽ അല്ലെങ്കിൽ 14ാം നൂറ്റാണ്ടിൽ എന്ത് ചെയ്തത്? നമ്മൾ ഈ പുവറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പാവപ്പെട്ടവരെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ എന്ത് ചെയ്തത്? നമ്മൾ 2ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. എങ്ങനെ? ഏബിൾ ബോഡീഡ് ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട് അല്ലേ. ഏബിൾ ബോഡീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, നിങ്ങളൊരു പുവറാണ്, പക്ഷേ ഫിസിക്കലി അല്ലെങ്കിൽ മെൻ്റലി സോഷ്യലി ഒക്കെ നിങ്ങൾ വർക്ക് ചെയ്യാനൊക്കെ ഓക്കെയാണ്, അവരെ നമ്മൾ ഏബിൾ ബോഡീഡ് പുവറെന്നും, ദെൻ ഡെസ്റ്റിറ്റ്യൂട്ട് അല്ലെ അഗതികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ സഹായം അല്ലെങ്കിൽ വർക്കൊന്നും ചെയ്യാനൊന്നും പറ്റാതെ അല്ലെങ്കിൽ ഇതിന് നടക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഡെസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള കുറേ പേരുണ്ട് അല്ലേ. സോ അപ്പോൾ 14ാം നൂറ്റാണ്ടിൽ നമ്മൾ 2ആയിട്ട് തിരിച്ചു, ഏബിൾ ബോഡീഡും ഡെസ്റ്റിറ്റ്യൂട്ടും. സോ നിങ്ങൾ പുവറാണ്, പക്ഷേ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള സ്കില്ലുണ്ട്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാനുള്ള കഴിവും ആരോഗ്യവും ഒക്കെ ഉണ്ട്, മറ്റേത് ഇതൊന്നുമില്ല. അങ്ങനെ 14ാം നൂറ്റാണ്ടിലാണ് നമ്മളിത് എന്ത് പറയുക, ഏബിൾ ബോഡീഡ് എന്നും ഡെസ്റ്റിറ്റ്യൂട്ട് എന്നും തിരിച്ചത്. അതിനുശേഷം 1349, ആ വർഷം നിങ്ങൾ ആരംഭിച്ച് വയ്ക്കുക, 1349 കിങ് എഡ്വേർഡ് III എന്ന് പറയുന്ന കിങ് എഡ്വേർഡ് 3ാമത്തെ രാജാവ് പിന്നീട് ഒരു ലോ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ ലോയെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് എന്ന് പറയുന്നത് അല്ലേ.
അപ്പോൾ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് എന്ന് പറയുന്ന ലോ 1349 കിങ് എഡ്വേർഡ് മൂന്നാമനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ചിലപ്പോൾ ചോദിക്കാം കിങ് എഡ്വേർഡ് മൂന്നാമൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ലോ എന്ന്, എവിടെ, എപ്പോ എന്നൊക്കെ അല്ലേ. സോ അപ്പോൾ എന്താ ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് എന്ന് പറയുന്നത്? അതായത് ഈ പറയുന്ന 1349 അല്ലെങ്കിൽ 14-ാം നൂറ്റാണ്ട് വരെയൊക്കെ ആർക്കാണോ ആവശ്യമുള്ള, ആരാണോ പുവർ, അവർക്കൊക്കെ നമ്മളിങ്ങനെ സഹായം കൊടുത്തുകൊണ്ടിരുന്നു അല്ലേ. നമ്മളിപ്പോഴും അങ്ങനെയല്ലേ ചെയ്യുന്നത്? അയ്യോ അയാൾക്കിതില്ല, ഇയാൾക്കിതില്ല, നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കും അല്ലേ. സോ അപ്പോൾ ഈ പറയുന്ന കിങ് എഡ്വേർഡ് മൂന്നാമൻ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് എന്ന് പറയുന്ന ഒരു നിയമം കൊണ്ടുവന്നു. അതായത് ഈ പറയുന്ന ഏബിൾ ബോഡീഡ് ആയിട്ടുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഫിസിക്കലിയൊക്കെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ചാരിറ്റി കൊടുക്കാൻ പാടില്ല. കാരണം എന്താ, അവർ പോയി പണിയെടുത്ത് അവരുടെ കുടുംബത്തേക്ക് നോക്കിക്കോട്ടെ എന്നുള്ള രീതിയിൽ പറയുന്നത് അല്ലേ. സോ അപ്പോൾ എഡ്വേർഡ് മൂന്നാമനാണ് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് കൊണ്ടുവന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവർക്ക് വീണ്ടും സഹായം ചെയ്താൽ അത് പണിഷബിൾ ആണ് എന്നുള്ള രീതിയിലേക്ക് അത് വന്നു അല്ലേ. അത് വളരെ നല്ലൊരു നിയമമല്ലേ ഇല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയാൻ പോകുന്നതാണ് AD 1501 മുതൽ 1600 വരെയുള്ള ഒരു കാലഘട്ടം. സോ അപ്പോൾ ഈ 1501 മുതൽ 1600 വരെയുള്ള കാലഘട്ടം, അല്ലെങ്കിൽ 1500 ശേഷമുള്ള കാലഘട്ടം നമ്മൾ ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെൻറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ്? അതായത് ഈ പറഞ്ഞ 1600 അല്ലെങ്കിൽ 1501-നും 600-നും ഇടയിൽ ഈ പറയുന്ന രീതിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നു അല്ലേ. അതായത് ഈ ഏബിൾ ബോഡീഡ് പുവർ ആയിട്ടുള്ള വ്യക്തികൾക്ക് ചാരിറ്റി കൊടുക്കുന്നതിനെയൊക്കെ നമ്മൾ ഡിസ്കറേജ് ചെയ്തു അല്ലേ. സോ നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അവർ പോയി പണിയെടുത്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെയൊക്കെ ഡിസ്കറേജ് ചെയ്ത് തുടങ്ങി. ഓൺ ദ സെയിം ടൈം 1531 ഹെൻറി എട്ടാമൻ, ചില ബുക്കുകളിൽ ഹെൻറി ആറാമൻ എന്നൊക്കെ കാണുന്നുണ്ട്. സോ നിങ്ങൾ ഹെൻറി എട്ടാമനെ കുറിച്ച് പഠിച്ചാൽ മതി. ബട്ട് ഇങ്ങനെ ഒരു ഓപ്ഷനിൽ മാറി എങ്ങാനും വരികയാണെങ്കിൽ ഒന്ന് ഓർമ്മിക്കാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഹെൻറി എട്ടാമനാണ് പിന്നീട് സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഹെൻറി എട്ടാമൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ട് കൊണ്ടുവന്നത്. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഹെൻറി എട്ടാമൻ കൊണ്ടുവന്ന ഒരു നിയമം എന്ന് പറയുന്നത് അവിടെ ഈ പറയുന്ന രീതിയിൽ ഓർഗനൈസ്ഡ് ചാരിറ്റി, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ലൈസൻസ്ഡ് ചാരിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഹെൻറി കൊണ്ടുവന്നത് അല്ലേ. ലൈസൻസ്ഡ് ബെഗ്ഗിങ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതായത് നിങ്ങൾക്ക് ബെഗ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ ഭിക്ഷയാചിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കണം. ആ ആപ്ലിക്കേഷൻ കൊടുത്തതിന് ശേഷം ഈ പറയുന്ന സംഭവങ്ങളൊക്കെ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ എലിജിബിൾ ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്ഥലം നമ്മൾ തീരുമാനിച്ചു തരും. എന്നിട്ട് നിങ്ങൾ പറയാണ് നിങ്ങൾ അവിടെ പോയിട്ട് ബെഗ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ ഭിക്ഷയാചിച്ചോളൂ എന്നുള്ള രീതിയിൽ നമ്മൾ ലൈസൻസ്ഡ് ചാരിറ്റി കൊണ്ടുവന്നു അല്ലേ. അതായത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്ന ഏരിയയിൽ മാത്രം നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം, ഭിക്ഷയാചിക്കാം അല്ലെങ്കിൽ ബെഗ്ഗിങ് നടത്താമെന്നുള്ള അല്ലേ. സോ അപ്പോൾ എന്താ പറയുക, ഈ നിയമം തെറ്റിക്കുന്നവർ പണിഷബിളാണ്. അപ്പോൾ എന്ത് ചെയ്യും, ഒരിടത്ത് മാത്രം ഒരുപാട് പേര് വരികയും ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതൊക്കെ വളരെ ഈസി ആയിട്ട് കുറയ്ക്കാൻ പറ്റും അല്ലേ. സോ അപ്പോൾ അങ്ങനെ ലൈസൻസ്ഡ് ബെഗ്ഗിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ കൊണ്ടുവന്നത് ആരാണ്? ഹെൻറി എട്ടാമനാണ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, എവര് ആപ്ലിക്കേഷൻ തരുമ്പോൾ ഈ ആപ്ലിക്കേഷനൊക്കെ വെരിഫൈ ചെയ്യണ്ടേ. ഈ ആപ്ലിക്കേഷനൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ജഡ്ജിമാരെയും പിന്നെന്താ ഈ പാരിഷിൻ്റെ ഇൻചാർജുമാരെയൊക്കെ നിയമിക്കുകയും ചെയ്തു. സോ അപ്പോൾ അങ്ങനെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് 1531 ഹെൻറി എട്ടാമൻ്റെ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഹെൻറി 8 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യം ഇതിനെ രണ്ടായിട്ട് തിരിച്ചു, പിന്നീട് കിങ് എഡ്വേർഡിൻ്റെ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലേബേഴ്സ് വന്നു. അതിനുശേഷം എന്ത് ചെയ്താൽ ഈ പറഞ്ഞ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ഹെൻറി 8 എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റും വന്നു അല്ലേ. സോ അപ്പോൾ ഇങ്ങനെ പല പല ചേഞ്ചസുകൾ അവിടെ നടന്നു. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഈ പറയുന്ന രീതിയിൽ ചാരിറ്റിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് ആരാ? നമ്മൾ ഈ പറഞ്ഞ ചർച്ചുമാരും അല്ലെങ്കിൽ ചർച്ച് പോലുള്ള പല സംഭവങ്ങളൊക്കെയാണല്ലേ. സോ ഇവർ ചാരിറ്റി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയും പക്ഷേ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ അവർക്ക് മറ്റ് ഡെവലപ്മെൻറ്റുകളൊന്നും വരുന്നില്ല അല്ലേ. അതായത് ചാരിറ്റി ആവശ്യമുള്ള ആൾക്കാർ ആവശ്യമുള്ള സഹായങ്ങൾ കൊടുക്കുക, അവർക്ക് അക്കോമഡേഷനും ഫുഡും ഇതുപോലെയുള്ള പല പല സംഭവങ്ങൾ കൊടുക്കുക. നമ്മൾ പറഞ്ഞു അല്ലേ, അത് മെയിനായിട്ടും ഈ പറയുന്ന ചർച്ചുകളാണ് ഇതിൻ്റെ ഒരു റിലീഫ് സെൻറ്റേഴ്സായിട്ട് ആക്ട് ചെയ്തിരുന്നത് അല്ലേ. സോ അപ്പോൾ ഈ പറഞ്ഞ എന്താ പറയുക, ചർച്ചിൽ നിന്നാണ് ഡെസ്റ്റിറ്റ്യൂട്ടും ഡിസേബിൾഡും ആയിട്ടുള്ള ആൾക്കാരുടെ ആവശ്യമായിട്ടുള്ള പല പല സംഭവങ്ങൾ കളക്ട് ചെയ്തിരുന്നതും അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരുന്നതും ഒക്കെ
ഈ ചേർച്ചിലൂടെ ആയിരുന്നു അല്ലേ. സോ നമുക്കറിയാം, അപ്പോൾ ഈ പറയുന്ന ചേർച്ചിലൂടെയൊക്കെ സഹായം പോകുമ്പോൾ ഇങ്ങനെ ഇന്ന ആൾക്കിത് എന്നൊന്ന് കാറ്റഗറൈസ് ചെയ്യുന്നുണ്ടാവില്ല. നമ്മുടെ കയ്യിൽ എന്താണോ കിട്ടിയെന്നത്, ആരാണോ ഉള്ളത് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും അല്ലേ. സോ അപ്പോൾ അങ്ങനെ എന്താ പറയുക, അങ്ങനെയായിരുന്നു ഒരു ചാരിറ്റി എന്നുള്ള രീതിയിൽ അത് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് 1563 വീക്ക്ലി റിലീഫ് ഫോർ പുവർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. വീക്ക്ലി റിലീഫ് ഓഫ് പുവർ എന്ന് പറയുന്ന പ്രോഗ്രാം എന്താ പറയുന്നത്, അതായത് ഇതൊരു കമ്പൽസറി ഫണ്ട് പ്രോഗ്രാമാണ്. അതായത് എനിക്ക് സ്വന്തമായിട്ട് വീടും കുറച്ച് സാമ്പത്തിക സ്ഥിതി നല്ല ജോലിയൊക്കെ ഉണ്ട്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എല്ലാ ആഴ്ചയും കമ്പൽസറി ആയിട്ട് ഈ പറഞ്ഞ ചാരിറ്റി ചെയ്തിരിക്കണം. സോ കുറച്ച് മണിയായിട്ടോ അല്ലെങ്കിൽ മറ്റ് പല സംഭവങ്ങളായിട്ടോ നമ്മൾ കൊടുക്കണം. അങ്ങനെ 1563 എന്ത് ചെയ്തു, വീക്ക്ലി റിലീഫ് ഫോർ പുവർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു അല്ലേ. സോ നമുക്കറിയാം അല്ലേ, ഒരു വീക്കിൽ അവർ ഇങ്ങനെ സാധനങ്ങൾ ചാരിറ്റി ആയിട്ട് കമ്പൽസറി ആയിട്ട് കൊടുക്കണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വീക്ക്ലി റിലീഫ് ഫോർ പുവർ എന്ന് പറയുന്നത്. അതിനുശേഷം 1572 ആയപ്പോൾ നമ്മൾ പറഞ്ഞ ക്യൂൻ എലിസബത്ത് അല്ലേ, ക്യൂൻ എലിസബത്തിനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എലിസബത്ത് ആൻഡ് പുവർ ലോയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ക്യൂൻ എലിസബത്ത് 1572 എന്ത് പറയുക, ജനറൽ ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് പുവറായിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് പറയുക, ജനറൽ ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഈ പറയുന്ന ജനറൽ ടാക്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, നമുക്ക് ഫിനാൻഷ്യലി ഒക്കെ സ്റ്റേബിളാണ്, ഇൻകം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അവരിൽ നിന്ന് ടാക്സ് എന്ന് പറയുന്ന ഒരു ഇനത്തിൽ കുറച്ച് എമൗണ്ട് അവരിൽ നിന്ന് കളക്ട് ചെയ്യുകയും അത് ഈ പറഞ്ഞ പുവർ റിലീഫായിട്ടുള്ള വർക്കിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന പുവർ റിലീഫ് വർക്കൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഓവർസിയേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുകയും അവരാണ് നമ്മൾ ഈ പറയുന്ന ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുകൊണ്ട് പുവറായിട്ടുള്ള വ്യക്തികൾക്ക് സഹായം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നോഡൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു വ്യക്തികളായിട്ട് ഈ ഓവർസിയേഴ്സ് മാറി. അപ്പോൾ 1572 ക്യൂൻ എലിസബത്ത് ജനറൽ ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് മെയിനായിട്ടും പുവറായിട്ടുള്ള ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാനും സഹായങ്ങൾ കൊണ്ടുവരാനും. അതിനുശേഷമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയേഴ്സ് തുടങ്ങുന്നത്. AD 1600 മുതൽ 1800 വരെയുള്ള സമയത്താണ് നമ്മൾ ഈ പറഞ്ഞ ചാരിറ്റിയിൽ നിന്ന് കുറച്ചുകൂടെ ഒരു മാറ്റം വന്നത് അല്ലേ. ചാരിറ്റിക്ക് മാറ്റം വന്നു എന്നല്ല, ചാരിറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ് കുറച്ചുകൂടെ എന്ത് ചെയ്തു, ഒരു ഓർഗനൈസ്ഡ് വേയിലേക്ക് വന്നു. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യനിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കേട്ട് പരിചയമുള്ള ഒരു കൺസെപ്റ്റാണ് 1601 UK വന്ന എലിസബത്തൻ പുവർ ലോ എന്ന് പറയുന്നത് അല്ലേ. സോ എലിസബത്തൻ പുവർ ലോയെക്കുറിച്ച് കേൾക്കാത്ത സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു എക്സാമിനെങ്കിലും ഈ പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാത്തവരും ഉണ്ടാവില്ല. അപ്പോൾ 1601 ഈ പറയുന്ന UK ഗവൺമെൻറ് തീരുമാനിക്കുന്നത് നമ്മളീ പറയുന്ന വെറുതെ ഇങ്ങനെ ചാരിറ്റിയൊക്കെ കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ ഇല്ലേ. അതായത് അർഹരായിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൊടുക്കണം അല്ലേ. അല്ലാതെ എല്ലാവർക്കും നമ്മൾ ഈ പറയുന്ന ചാരിറ്റി കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ, ഇല്ല. സോ അപ്പോൾ നമ്മൾ ക്ലിയർലി റെസ്പോൺസിബിളായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ചാരിറ്റി നമ്മൾ കൊടുക്കണം. അതെങ്ങനെ, അതിന് വേണ്ടിയിട്ട് പല പല മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നുള്ള രീതിയിലാണ് പിന്നീട് എലിസബത്തൻ പുവർ ലോ എന്ന് നമ്മൾ വളരെ ഫേമസ് ആയിട്ട് വളരെ പോപ്പുലറായിട്ട് അറിയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് 1601 അല്ലേ. സോ ഈ പറയുന്ന പുവറായിട്ടുള്ള ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാനും അവർക്ക് ആവശ്യമായിട്ടുള്ള റിലീഫൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് എലിസബത്തൻ പുവർ ലോ വന്നു. എലിസബത്തൻ പുവർ ലോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് പുവറായിട്ടുള്ള ആൾക്കാരെ എന്ത് ചെയ്തു, നമ്മൾ 3 ആയിട്ട് തിരിച്ചു അല്ലേ. 3 കാറ്റഗറി ആയിട്ട് അവരെ തിരിച്ചു. ആദ്യത്തെ കാറ്റഗറി ഏബിൾ ബോഡീഡ് പുവർ, രണ്ടാമത്തത് ഇമ്പോർട്ടൻറ്റ് പുവർ അല്ലെങ്കിൽ അൺഎംപ്ലോയിഡ് പുവർ, ആൻഡ് മൂന്നാമത്തത് ദ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ അല്ലേ. സോ അപ്പോൾ പുവറായിട്ടുള്ളവരെ 3 ആയിട്ട് തിരിച്ചു. നമ്മൾ ഓൾറെഡി ഇത് പറഞ്ഞു അല്ലേ,
ഏബിൾ ബോഡീഡ് പുവറിനെ കുറിച്ചിട്ട് നമ്മൾ ആദ്യമേ പറഞ്ഞു അല്ലേ. 14-ാം നൂറ്റാണ്ടിന് മുന്നേ നമ്മൾ തിരിച്ചിട്ടുണ്ട് ഏബിൾ ബോഡീഡ് എന്നും ഡെസ്റ്റിറ്റ്യൂട്ട് എന്നും. അപ്പോൾ ഏബിൾ ബോഡീഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു വ്യക്തി, ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി, എനിക്ക് ആരോഗ്യപരമായിട്ടും അല്ലെങ്കിൽ വർക്ക് ചെയ്യാനൊക്കെയുള്ള എല്ലാ സിറ്റുവേഷനും ഉണ്ട്. പക്ഷേ ഞാൻ പണിക്കൊന്നും പോകുന്നില്ല. എന്ത് ചെയ്യുക? അതുകൊണ്ട് ഞാൻ വളരെ പുവറായിട്ട് നിൽക്കുകയാണ്. എനിക്ക് ആരെങ്കിലുമൊക്കെ സഹായം തരുന്നത് വാങ്ങിച്ച് കഴിച്ച് ഞാൻ വെറുതെ ഇരിക്കുകയാണ് അല്ലേ. ദാറ്റ് ഈസ് ഏബിൾ ബോഡീഡ് പുവർ. നോക്കൂ, അതായത് നിങ്ങൾ ഫിസിക്കലി അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക പുവറാണ്, ഓൺ ദ സെയിം ടൈം നിങ്ങളുടെ ലിവിങ് കണ്ടീഷനോ മറ്റ് സംഭവങ്ങളൊക്കെ പുവറാണ്, ബട്ട് നിങ്ങൾ ഫിസിക്കലി ഒക്കെ ഓക്കെയാണ്. അതായത് ഏബിൾ ബോഡീഡ് പുവർ. നിങ്ങൾ എന്താ പറയുക വർക്ക് ചെയ്യാനൊക്കെ ഏബിളാണ്, പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക? പുവറാണ് അല്ലേ. സോ നിങ്ങൾക്ക് ലൈവ്ലിഹുഡ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലിവിങ് കണ്ടീഷൻസൊക്കെ മോശമായത് കൊണ്ടോ നിങ്ങൾ പുവറായിട്ട് തുടരുന്നു. അതിനെ ഏബിൾ ബോഡീഡ് എന്നും. രണ്ടാമത്തെ ഇംപോർട്ടൻറ്റ് പുവർ അല്ലെങ്കിൽ അൺഎംപ്ലോയബിൾ പുവർ എന്ന് പറയുന്നത്. സോ ഇംപോർട്ടൻറ്റ് പുവർ എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ചിലപ്പോൾ വയസ്സായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഡിഫറൻഷ്യലി ഏബിൾ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡെസ്റ്റിറ്റ്യൂട്ട് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ പല രീതിയിലുള്ള ഇത്തരം ചാലഞ്ചസ് അനുഭവിക്കുന്നുണ്ട്. ബട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ പുവറാണ്, ബട്ട് നിങ്ങൾക്ക് വർക്ക് ചെയ്യാനോ ഒന്നും പറ്റാത്ത അവസ്ഥ, നിങ്ങളൊരു ചലഞ്ചസ് അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പുവർ എന്നും. ഫൈനലി ദ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ. ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ എന്ന് പറയുമ്പോൾ അറിയാം അല്ലേ, കുട്ടികൾ. ചിലപ്പോൾ എന്താ പാരൻസിന് നോക്കാൻ പറ്റാത്ത, പാരൻസിൻ്റെ പുവർ കണ്ടീഷനിലുള്ളത്, അല്ലെങ്കിൽ പാരൻസ് നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുള്ള കുട്ടികൾ. സോ ഇങ്ങനെയാണ് എലിസബത്തൻ പുവർ ലോയിൽ നമ്മൾ ഈ പറയുന്ന 3 രീതിയിൽ പുവറായിട്ടുള്ള വ്യക്തികളെ കാറ്റഗറൈസ് ചെയ്തത്. സോ എന്താ പറയുക, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട് എന്നാൽ നിങ്ങൾ പുവറാണ്, നിങ്ങൾക്ക് പണിയെടുക്കാനുള്ള ആരോഗ്യം ഒന്നുമില്ല, ബിക്കോസ് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏജ് വൈസോ അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ നിങ്ങൾ പുവറായിട്ട് പോകുന്നു. ഫൈനലി കുട്ടികൾ. സോ അപ്പോൾ ഇങ്ങനെയായിരുന്നു എലിസബത്തൻ പുവർ ലോയിലെ 3 കാറ്റഗറൈസേഷൻ. വളരെ ക്ലിയറായിട്ട് 1601 വന്നൊരു കൺസെപ്റ്റാണ്. അതിനുശേഷമാണ് സെറ്റിൽമെൻറ്റ് ആക്ട് 1662 കൊണ്ടുവരുന്നത്. ചാൾസ് രണ്ടാമൻ ഇങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവരികയും പല രീതിയിലുള്ള മൂവ്മെൻറ്റ്സുകളും പല രീതിയിലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരികയും ഈ പറയുന്ന എന്താ പറയുക പാരിഷ് ഹാളും അല്ലെങ്കിൽ ഇത് പറയുന്ന പല ചേർച്ചുകളും ഒക്കെ ഒരു റിലീഫ് സെറ്റിൽഡ് ഹൗസസ് ഒക്കെ ആയിട്ട് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. സോ അതിന് ശേഷമാണ് 1696 മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് വരുന്നത്. ദാറ്റ് ഈസ് വർക്ക് ഹൗസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ത് പറയുക 1696 വർക്ക് ഹൗസ് ആക്ട് എന്ന് പറയുന്നത് മെയിനായിട്ടും എന്ത് ചെയ്യുക, നമ്മൾ പറഞ്ഞു അല്ലേ, ഇതുപോലെ ഈ സെറ്റിൽഡ് ആയിട്ടുള്ള പല ആളുകളും പലയിടത്തും ഉണ്ട്, ബട്ട് അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പണിയെടുപ്പിക്കാൻ പറ്റുകയാണെങ്കിലോ അല്ലേ. സോ അപ്പോൾ ഈ പറയുന്ന ഹൗസസിലൊക്കെ ഉള്ള ആൾക്കാരെ അവരെ കൊണ്ട് പണിയെടുപ്പിക്കാനും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ പറ്റുന്ന രീതിയിൽ ചെയ്യിക്കാനൊക്കെ ഉള്ള രീതിയിൽ വർക്ക് ഹൗസ് ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് 1834 ഈ പുവർ ലോയൊക്കെ അമെൻഡ് ചെയ്യുകയും പിന്നീട് പല രീതിയിൽ എന്താ പറയുക പുവറായിട്ടുള്ള ആൾക്കാർക്ക് സഹായത്തിന് വേണ്ടിയിട്ട് ആളുകളൊക്കെ വരികയും അല്ലെങ്കിൽ അവരെ അസിസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സിസ്റ്റമൊക്കെ വന്നു തുടങ്ങി. സോ നമ്മൾ പിന്നീട് വരുന്നത് ഒരു ഫാക്ടറീസ് ആക്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൈൽ സ്റ്റോൺ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട്. കാരണം ഈ പറയുന്ന രീതിയിൽ പല രീതിയിലുള്ള വെൽഫെയർ ഫെസിലിറ്റീസൊക്കെ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാക്ടറീസ് ആക്ട് ഒക്കെ അവിടെ വന്നു. സോ ഈ പറഞ്ഞ ഫാക്ടറീസ് ആക്ട് എന്ന് പലപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യനിൽ ഹിസ്റ്റോറിക്കൽ പാർട്ടിൽ ചോദിച്ച് കണ്ടിട്ടില്ല, ബട്ട് ആക്ടിൻ്റെ സൈഡിൽ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. സോ അതിനുശേഷം വന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു 1869 COS എന്ന് നമ്മൾ ഷോർട്ട് പഠിക്കുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി എന്ന് പറയുന്നത്. തോമസ് ക്ലെമേഴ്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് തോമസ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. 1869 UK ഫോം ചെയ്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു COS. എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ. സോ അപ്പോൾ COS എന്ന് പറയുന്നത്, അതായത് തോമസിന് എലിസബത്തൻ പുവർ ലോയിൽ വലിയ താല്പര്യവും തോന്നിയില്ല. കാരണം ആളുകളെ കാറ്റഗറൈസ് ചെയ്യുന്നു എന്നല്ലാതെ അവർക്ക് കൊടുക്കുന്ന സർവീസസ് ഒന്നും വലിയ മാറ്റം വന്നില്ല അല്ലേ. സോ അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ വരുന്നത്. സോ മെയിനായിട്ടും ഈ പറയുന്ന ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയുടെ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ അത് മെയിനായിട്ടും നോക്കിയിരുന്ന പല സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു അല്ലേ.
നീഡി ആയിട്ടുള്ള വ്യക്തികൾക്ക് സഹായം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പല സ്ട്രാറ്റജീസ് ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ സ്ട്രാറ്റജി ആയിട്ട് അവർ പറഞ്ഞത് സ്റ്റോപ്പിംഗ് ഗിവിങ് ഡോൾസ് അല്ലേ. അതായത് ആളുകൾക്ക് വെറുതെ ഈ പറയുന്ന സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിർത്തുക. എന്ന് വെച്ചാൽ എന്താ, അവർക്ക് ആവശ്യമുള്ള മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കുക. അല്ലാതെ വെറുതെ ഇങ്ങനെ സംഭവങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ സ്റ്റോപ്ഡ് ഗിവിങ് ഡോൾസ്, കോർഡിനേറ്റഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിലീഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന സംഭവങ്ങൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനൊക്കെ കോർഡിനേറ്റഡ് ആക്കി. ഒരാളൊരു സാധനം കൊണ്ടുവന്നു എന്ന് കരുതിയിട്ട് അയാൾക്കിത് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന് അറിയാതെ നമുക്ക് അയാൾക്ക് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. എനിക്ക് ഒരു നേരത്തെ ഭക്ഷണമാണ് ആവശ്യമുള്ളത്, പക്ഷേ ഈ പറഞ്ഞ ഓർഗനൈസേഷനിൽ കിട്ടിയിരിക്കുന്നത് ഒരു ലോഡ് ഡ്രസ്സാണ്. ആ ഡ്രസ്സ് എനിക്ക് വന്നിട്ട് കാര്യമുണ്ടോ? ഇല്ല. സോ അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിലീഫ് എന്ന് പറയുന്നത് കുറേ കൂടെ കോർഡിനേറ്റഡ് ആക്കി, മീൻസ് അവരുടെ നീഡ് മനസ്സിലാക്കി കൊടുത്തു തുടങ്ങി. പിന്നെന്താ, വെരിഫൈഡ് ഈച്ച് ആപ്ലിക്കേഷൻ കെയർഫുള്ളി അല്ലേ. ഓരോ ആപ്ലിക്കേഷനും അയാൾ എലിജിബിൾ ആണോ, അല്ലെങ്കിൽ അയാൾക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ, അയാൾ ഇത് ഡിമാൻഡ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയാണോ എന്നൊക്കെ വളരെ ക്ലിയറായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ആപ്ലിക്കേഷനൊക്കെ വെരിഫൈ ചെയ്തു. അല്ലെങ്കിൽ എന്ത് പറ്റും, ചിലപ്പോൾ റിപ്പീറ്റഡ്ലി ആളുണ്ടാവും, ചിലപ്പോൾ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അയാൾ വർക്കിങ്ങിന് പറ്റുന്ന ഒരാളായിരിക്കും. അങ്ങനെ പല രീതിയിലുള്ള വെരിഫിക്കേഷൻസ് കറക്റ്റായിട്ട് കൊണ്ടുവന്നു. പിന്നെന്താ, പല രീതിയിലുള്ള ഇൻ്റർവ്യൂസൊക്കെ കൊണ്ടുവന്നു അല്ലേ. അതായത് ഇപ്പം ഞാനൊരു ആപ്ലിക്കേഷൻ തന്നു, എൻ്റെ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് അത് അപ്രൂവൽ ചെയ്ത് തന്നാൽ എന്ത് ചെയ്യും, അയാൾ ഇത് ജെന്യുവിൻ ആണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ ഇത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കറിയില്ല അല്ലേ. സോ അപ്പോൾ എന്ത് ചെയ്തു, അതിന് പല ഇൻ്റർവ്യൂസ് അവർ കണ്ടക്ട് ചെയ്തു അല്ലേ. അതായത് കറക്റ്റായിട്ട് ആപ്ലിക്കേഷൻ പ്രോസസ്സിൻ്റെ ജെന്യുവിൻനെസ് മനസ്സിലാക്കി പല ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്ത് അതിലൂടെ അവർ ഇത് മനസ്സിലാക്കി അല്ലേ. സോ ഫൈനലി ഫോർമുലേറ്റഡ് പ്ലാൻ ഫോർ ദ ട്രീറ്റ്മെൻറ്റ്. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, സോഷ്യൽ വർക്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ട്രീറ്റ്മെൻറ്റ് മീൻസ് ഇൻ്റർവെൻഷൻ അല്ലേ. കറക്റ്റായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് അത് നടപ്പിലാക്കി തുടങ്ങി. സോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ ഈ പറഞ്ഞ് കൊടുത്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടിയ സാധനം മറ്റൊരാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അത് അസസ് ചെയ്യുകയും അതിലൂടെ അവരുടെ നീഡ് മനസ്സിലാക്കുകയും അതിലൂടെ അവർ ജെന്യുവിൻ ആണോ എന്ന് മനസ്സിലാക്കി ജെന്യുവിൻ ആണെന്ന് മനസ്സിലാവുന്നവർക്ക് പല രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാനും ഇത് ശ്രമിച്ചു അല്ലേ. സോ അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി കൊണ്ടുവരികയും സോ അപ്പോൾ അതിൽ കുറേ വോളണ്ടിയേഴ്സൊക്കെ വന്നു തുടങ്ങി അല്ലേ. ഈ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എന്ത് ചെയ്തത്, നമ്മൾ പറയുന്ന പുവറായിട്ടുള്ള ആളുകളുടെ വീട്ടിലേക്ക് പോവുക, അവരെ അസിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ എന്തു പറയുക വിസിറ്റ് ചെയ്ത് അവർ പറഞ്ഞ് കറക്റ്റാണോ അല്ലെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്ന ചാരിറ്റി മതിയോ എന്നൊക്കെ രീതിയിൽ അവർ വിസിറ്റ് ചെയ്ത് അത് അസസ് ചെയ്ത് അല്ലേ. സോ അപ്പോൾ അങ്ങനെ വിസിറ്റ് ചെയ്ത ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു ഫ്രണ്ടിനെ പോലെ അവരവരുടെ വീട്ടിലേക്ക് പോവുകയും അവരുടെ മനസ്സിലാക്കുകയും അവരെക്കുറിച്ച് നമ്മൾ കൊടുക്കുന്നത് ഓക്കെ ആണോ അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി ഫ്രണ്ട്ലി വിസിറ്റേഴ്സായിട്ട് അവർ പോവുകയും ചെയ്തു. സോ അപ്പോൾ അങ്ങനെ പല രീതിയിൽ ഇങ്ങനെ വിസിറ്റേഴ്സ് പോവുകയും ഈ പറയുന്ന വ്യക്തികൾ അടുത്ത ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് പല രീതിയിൽ ഇതിൻ്റെ ട്രെയിനിങ് കൊടുത്തു അല്ലേ. സോ അതായത് ഇപ്പോൾ ഞാൻ പോയി അല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ്ഡ് ഒരാളാണ്, അപ്പോൾ എനിക്ക് കുറേ ചേഞ്ചസ് മനസ്സിലായി. അപ്പോൾ ഇനി വരുന്ന ആൾക്ക് ഇത് പറഞ്ഞു കൊടുക്കണ്ടേ, എങ്ങനെ മനസ്സിലാക്കണം, എങ്ങനെ പോകണം, എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുത്തു. അതിലൂടെ ഈ പറഞ്ഞ പല രീതിയിലുള്ള ഫീൽഡ് വിസിറ്റൊക്കെ അവിടെ വന്നു അല്ലേ. ഇപ്പോഴും നമ്മൾ സോഷ്യൽ വർക്കിൽ ഈ സ്ട്രക്ചേർഡ് ഫീൽഡ് വിസിറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അങ്ങനെ ഈ പറയുന്ന പിന്നീട് അതൊരു 6 month ലോങ് അപ്രൻറ്റീസ് പ്രോഗ്രാമായിട്ടത് മാറുകയും ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ഒരു സർവീസുകൾ അവർ കൊടുക്കുകയും അങ്ങനെ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന COS വളരെ നല്ല രീതിയിൽ മുന്നോട്ട് വരികയും അത് ഒരു പ്രൊഫഷണൽ റിലീഫിലേക്ക് ആളുകളെ അല്ലെങ്കിൽ പ്രൊഫഷണൽ റിലീഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും ചെയ്യും അല്ലേ. ആർക്ക് വേണോ എന്ത് കൊടുക്കാമെന്നല്ല, പ്രൊഫഷണൽ വേയിൽ അസസ് ചെയ്ത് അതിന് കൊടുക്കാനും എന്നുള്ളൊരു കൺസെപ്റ്റിൽ വന്നു. അങ്ങനെ നോക്കുമ്പോഴാണ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. സോ എഡ്വേർഡ് എഡിസൺ ആണ് ഫസ്റ്റ് വോളണ്ടിയർ ആയിട്ട് നമ്മൾ കാണുന്നത്. 1867 എഡ്വേർഡ് എഡിസൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഒരു ഫസ്റ്റ് വോളണ്ടിയർ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഫ്രണ്ട്ലി വിസിറ്റേഴ്സ് എന്നൊക്കെയുള്ള രീതിയിൽ പറയുന്നത്. സോ അങ്ങനെ COS കഴിഞ്ഞിട്ട് വളരെ അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് 1884 എന്ത് പറയുക, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റ് ഹൗസസ് എന്ന് പറയുന്ന ഒരു അല്ലേ. കാനോൺ സാമുവൽ എന്ന് പറയുന്ന വ്യക്തിയാണ് യൂണിവേഴ്സിറ്റി സെറ്റിൽമെൻറ്റ് ഹൗസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അവിടെ
കൊണ്ടുവന്നത്. സോ അതിനെ നമ്മൾ ടോയിൻബി ഹാള് എന്ന് പറയും അല്ലേ. ടോയിൻബി ഹാൾ എന്നുള്ള രീതിയിൽ നമ്മൾ അറിയപ്പെടുന്ന എന്താണ്? സെറ്റിൽമെൻറ്റ് ഹൗസ് എന്ന് പറയുന്നത് അല്ലേ. സോ അപ്പോൾ കെനൻ സാമുവൽ ആണ് 1884 ഇത് കൊണ്ടുവന്നത്. സോ അപ്പോൾ ഈ പറയുന്ന രീതിയിൽ കെനൻ സാമുവലൊക്കെ വിശ്വസിച്ചിരുന്നത് നമ്മൾ ഈ പറയുന്ന രീതിയിൽ വ്യക്തികളെ വെറുതെ ചാരിറ്റിയൊക്കെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ അതിനൊരു ഓർഗനൈസ്ഡ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകണം. COS ഒക്കെ ചെയ്ത പോലെ തന്നെ കുറേ കൂടെ ഓർഗനൈസ്ഡ് ആയിട്ട് കൊണ്ടുപോകണം. അവർക്ക് ആവശ്യമായിട്ടുള്ള പല രീതിയിലുള്ള ഇൻ്റർവെൻഷൻസ് കൊടുക്കണം. അതിലൂടെ അവരെയൊക്കെ മുന്നോട്ട് കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ. സോ അപ്പോൾ ഈ പറഞ്ഞ സെറ്റിൽമെൻറ്റ് ഹൗസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പുവറായിട്ടുള്ള വ്യക്തികളുടെ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പുവർ അല്ലേ. സോ നമ്മൾ ഈ പറയുന്ന പോലെ എന്നും നമ്മൾ ഈ ചാരിറ്റി കൊടുത്തുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. നമുക്കപ്പോൾ എന്താ, അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരെ കൾച്ചറലായിട്ടുള്ള പല ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം. അങ്ങനെ പല രീതിയിൽ പുവറായിട്ടുള്ള വ്യക്തികളുടെ കുറേ ഡെവലപ്മെൻറ്റുകൾ കൊണ്ടുവരിക. പിന്നെ എന്താ, ഇമ്പോർട്ടിങ് ഇൻഫോർമേഷൻ ടു ദ പുവർ ഫോർ ദെയർ ഇംപ്രൂവ്മെൻറ്റ്. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ അവരിൽ ഒരാളായിട്ടൊക്കെ നിന്ന് ഈ പറഞ്ഞ പുവറായിട്ടുള്ള വ്യക്തികളെ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ പല രീതിയിൽ അവരിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതും ഈ പറഞ്ഞ രീതിയിൽ അവരനുഭവിക്കുന്ന ഹെൽത്ത് പ്രോബ്ലംസ് മനസ്സിലാക്കാനും ഈ പറഞ്ഞ ലെജിസ്ലേഷൻ പോലുള്ള സംഭവങ്ങളിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ എന്ത് പറയുക സെറ്റിൽമെൻറ്റ് ഹൗസ് അല്ലെങ്കിൽ ടോയിൻബി ഹാള് എന്ന് പറയുന്ന പ്രോഗ്രാം കെനൻ സാമുവൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. സോ അങ്ങനെ പല രീതിയിലുള്ള സെറ്റിൽമെൻറ്റ് ഹൗസസുകൾ പിന്നീട് ഉണ്ടാവുകയും അതിലൂടെ എന്ത് പറയുക ഈ പറയുന്ന രീതിയിലുള്ള റിലീഫ് വർക്കുകളൊക്കെ വളരെ നല്ല രീതിയിൽ പോവുകയും ചെയ്തു. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് അല്ല. ഒരിടത്ത് മാത്രമല്ല പല സ്ഥലങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞൊരു മോഡൽസ് ഫോളോ ചെയ്യുകയും ചെയ്തു. സോ അങ്ങനെ ഈ പറഞ്ഞ 1899 സോഷ്യൽ വർക്ക് ട്രെയിനിങ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയും അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ ആദ്യത്തെ 2 ഇയേഴ്സ് എന്ന് പറയുന്നത് ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമായിട്ടും അതായത് തിയറിയും പ്രാക്ടീസും ഒക്കെ മനസ്സിലാക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമൊക്കെ ആയിട്ടാണ് ഇങ്ങനൊരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ നമ്മൾ പറഞ്ഞ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പോലുള്ള പല കൺസെപ്റ്റുകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. സോ പിന്നെയാണ് 1900 ശേഷം 1905 പുവർ ലോ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് പുവർ ലോ കമ്മീഷൻ എന്ന് പറയുന്നത് ഈ സമയത്ത് നമുക്ക് മനസ്സിലായി കുറേ ആൾക്കാർ പുവറായിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ എന്താ പറയുക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് മനസ്സിലായി അല്ലേ. സോ അപ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള പെൻഷൻസ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള പല രീതിയിലുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക അല്ലെങ്കിൽ വെൽഫെയർ മെഷേഴ്സ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പുവർ ലോ കമ്മീഷൻ വന്നത്. 1906 മീൽസ് ആക്ട് വന്നു. അതായത് ഫ്രീ മീൽസ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുക എന്നുള്ള രീതിയിൽ വന്നു. 1907 എഡ്യൂക്കേഷൻ ആക്ട് വന്നു. അതായത് ഫ്രീ ആയിട്ട് സ്കൂളുകളിൽ കുട്ടികൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻസ് നടത്തുക എന്നുള്ള രീതിയിൽ എഡ്യൂക്കേഷൻ ആക്ട് വന്നു. 1911 നാഷണൽ ഇൻഷുറൻസ് ആക്ട് വന്നു. അതായത് കമ്പൽസറി ആയിട്ട് ഹെൽത്ത് ഇൻഷുറൻസ് എല്ലാ വർക്കേഴ്സിനും ലോ ഇൻകം ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള രീതിയിൽ ഇൻഷുറൻസ് ആക്ട് വന്നു. അത് പിന്നെ നമ്മൾ പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് ബെവറിഡ്ജ് കമ്മീഷൻ. ബെവറിഡ്ജ് കമ്മീഷൻ എന്ന് പറയുന്നത് 1941 വന്ന ഒരു കമ്മീഷനാണ്. അതിനെയാണ് ബെവറിഡ്ജ് റിപ്പോർട്ട് എന്ന് നമ്മൾ പറയുന്നത്. അതായത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മൾ ഈ പറഞ്ഞ സോഷ്യൽ ഇൻഷുറൻസും പബ്ലിക് അസിസ്റ്റൻസും ചിൽഡ്രൻസ് അലവൻസും ഒക്കെ കൊടുക്കണമെന്നുള്ള രീതി. അതായത് നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള പല സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഈ പറയുന്ന ഇൻഷുറൻസും മറ്റ് സംഭവങ്ങളൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് ബെവറിഡ്ജ് കമ്മീഷൻ്റെ സജഷൻസ് വന്നത്. സോ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ സോഷ്യൽ വർക്കിൻ്റെ ഹിസ്റ്ററി UK നോക്കുമ്പോൾ വളരെ സംഭവബഹുലമായിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ് അല്ലേ നമുക്ക് പറയാനുള്ളത്. അതായത് വളരെ ചാരിറ്റി എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ പുവർ അല്ലെങ്കിൽ ഡെസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിമൺ ചിൽഡ്രൻ എൽഡർലി പോലുള്ള വ്യക്തികൾക്ക് സഹായം കൊടുത്തുകൊണ്ടിരുന്ന ചാരിറ്റിയിൽ നിന്ന് അതൊരു സോഷ്യൽ സർവീസായിട്ട് മാറി. ആ സോഷ്യൽ സർവീസിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്തു, അതൊരു സോഷ്യൽ വെൽഫെയർ ആയിട്ട് മാറി. പിന്നീട് അതൊരു പ്രൊഫഷണൽ വേയിലേക്ക് മാറി. സോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സോഷ്യൽ വർക്കിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ UK വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ളത്. UK മാത്രമല്ല US
ഇന്ത്യയിലും ഒക്കെ പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിലാണ് ഹിസ്റ്ററി പറയുന്നത് അല്ലേ. സോ പല രീതിയിലുള്ള പുവർ ലോസ് വന്നു, ആ ലോ അമെൻഡ് ചെയ്തു, പിന്നീട് പല റിപ്പോർട്ടുകൾ വന്നു, ബെവറിഡ്ജ് റിപ്പോർട്ട് വന്നു, അങ്ങനെ പല രീതിയിൽ ഒരു ഓർഗനൈസ്ഡ് വേയിലേക്ക് ചാരിറ്റി മാറി. പിന്നീട് അതിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ പ്രൊഫഷണൽ വേയിലേക്ക് സോഷ്യൽ വർക്ക് ഡെവലപ്പ് ചെയ്ത് വന്നു. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഹിസ്റ്ററി പറയാനുള്ളത്. വളരെ ഷോർട്ടാക്കി മാത്രമാണ് നമ്മളിത് സംസാരിച്ചിട്ടുള്ളത്. സോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകളും ഇതിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും എൻട്രിയുടെ ആപ്പിൽ അവൈലബിൾ ആണ്. സോ നിങ്ങൾ ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വെൽഫെയർ ഓഫീസറിൻ്റെ പേജിലേക്ക് പോവുക. അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സും ക്വസ്റ്റ്യൻസും കേൾക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.